നമ്മുടെ റെട്രോ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് സൂര്യക്കുട്ടി എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം സൂര്യ ഗായത്രി ഓൺ സ്റ്റേജ്. ഹലോ, ഒരു ഓടി വന്നുള്ള നല്ല ഉടുപ്പ്, നല്ല ഭംഗിയുള്ള ഉടുപ്പ്, കറുത്ത പൂമ്പാറ്റയ്ക്ക്. എനിക്ക് ഒന്നാമത് വൈറ്റ് ഡ്രസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വലിയ ഹരമാണ്. അതിന് ഒരു എലഗൻസി ഉണ്ട്. ഇപ്പൊ ഒരു ജുബയും എനിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഡ്രസ്സ് ജുബയും മുണ്ടുവാ. പിന്നെ അതിട്ട് എപ്പോഴും അങ്ങനെ ഇടാറില്ല. അത് ഇട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ ഒരു വി ഗെറ്റ് റെസ്പെക്ട് മോർ. തീർച്ചയായിട്ടും. ഞാനത് ഇടാത്തന്നെ വരട്ടെ, മാലാഖയാണ് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നന്നായി ഒരുപാട് പേർക്ക് അത് തെറ്റിദ്ധരിക്കപ്പെട്ടേനെ. എന്തോ അങ്ങനെ തെറ്റിദ്ധാരണ, പക്ഷെ അത് റിമി ചേച്ചിയായിരുന്നു. ഞാൻ മാലാഖ അല്ലാതെ പറഞ്ഞ് ഞാൻ മടുക്കും. അതുകൊണ്ട് ഞാൻ ഇടണ്ട. റിമിയുടെ ധാരണ മാലാഖിയാന്ന് ധരിക്കുന്ന, പക്ഷെ പ്രേതാണെന്നുള്ള യക്ഷിയാണ്. മോളെ സിനിമയുടെ പേരെന്തോ? പ്രേതങ്ങളുടെ ദേവരാം മാഷല്ലേ അത് കഴിഞ്ഞ പിന്നെ ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ, പാടിയത് മാധുരിയമ്മ. പിന്നെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അടിപൊളിയായിട്ട് പോണില്ലേ ലൈഫൊക്കെ? എന്താ പറയാൻ വന്നേ? നാളെ വീട്ടിൽ പോണെന്ന്. വീട്ടിൽ പോവാ, എക്സാം എഴുതാൻ പരീക്ഷ എഴുതാൻ പോകും. അപ്പൊ എല്ലാം ഒരു കാര്യം കൂടെ ഉണ്ട്. MG അങ്കിള് കഴിഞ്ഞ ഷൂട്ടിന് എന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ബ്രേക്ക് ഡാൻസ് പറഞ്ഞു. അവള് റെഡിയാ, അവള് റെഡി. എന്നതാ സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനസ്സിലായോ? കാരണം ഇന്നെന്താ പറ്റിയെന്നറിയോ? ഒന്നും പറ്റിയിട്ടില്ല. അല്ല ഇന്ന് വ്രതമാ. ആർക്ക്? എനിക്ക്. കേട്ടോ, വ്രതോ പതിവ്രതം. മോള് പോയി പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്കിള് ഒരൊറ്റ പിടിയാണ് അങ്ങോട്ട് ഒരു കളി. അതായത് എന്ത് വേണം, ഏത് ഋതം വേണം ഇട്ടാലും, 6-8 ഇട്ടാലും ശരി, 9-8 ഇട്ടാലും. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഫിനാലേക്ക് കളിച്ചാൽ മതി. കാരണം വല്ലോടത്ത് ഉളുക്കി പിടിച്ച് നമുക്ക് വേണം, ഇവിടെ ഒരാളെ വേണം. എന്ത് സ്നേഹമാണെന്ന് ആലോചിച്ചു. ഇത്രയും സ്നേഹമുള്ള ഒരാളിനെ നമുക്ക് ഇനിയിപ്പോ കളിക്കാൻ പറയില്ല കേട്ടോ. ഇനിയിപ്പോ അല്ല, ഞങ്ങൾക്ക് ഫിനാലേക്ക് വരെ വേണം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കുവോ, അറിയോ? നോക്കോ, ഞാൻ ഒരു വരവുണ്ട്, ഒരു സർപ്രൈസ് എൻട്രി ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പറയണം കേട്ടോ. ഞെട്ടുതല്ലേ. പാട്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഏത് പാട്ടാ മോളെ? ഹാർട്ട് അറ്റാക്ക്. പറ്റിയൊരു പാട്ടാണ്. പിന്നെ അത് വേണം മോളെ, അത് വേണം. ചേച്ചി ഉളുക്കി പിടിക്കുമെന്നേ പറഞ്ഞോളൂ. അറ്റാക്ക് വരെയൊന്നും പോയില്ല. പിന്നെ കിഡ്നി ഫെയിലിയർ പഠിച്ചോണ്ട് വന്നിരിക്കുന്ന പാട്ടുകളാണ്. ചിത്തിരപ്പൂത്തിരി. അതെങ്ങനെ വരും ആ പാട്ടെങ്ങനെ? ഇല്ലേ ഇല്ലേ, ഹാർട്ട് അറ്റാക്ക് മതി, അതാ ബെസ്റ്റ്. ഇന്ന് പാടുന്ന പാട്ട് സുപ്രഭാതമായി സുമകന്യകെ. നമുക്ക് അതിലോട്ട് കേറാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.